വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. വിശുദ്ധ വേദ പുസ്തകത്തിലേക്ക് വേഗത്തിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ ഈ വൈകിയ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ കോട്ടൂര് നമ്മൾ ശുശ്രൂഷയിലായിരുന്നപ്പോഴാണ് ഈ ദൂത് ദൈവം എനിക്ക് തരുന്നത്. പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോഴാണ്, അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിന്ന സമയത്താണ് ഈ ദൂത് കർത്താവ് എനിക്ക് നൽകുന്നത്. സ്തോത്രം. ആമേൻ. എന്നെ ബലപ്പെടുത്തിയ ഒരു വെളിപ്പാടാണ്. ആ ഭാഗത്തിലേക്ക് ഒന്ന് വേഗത്തിൽ കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആ 1-2 വാക്യം കൂടെ ഒന്ന് വായിച്ചേ. പിന്നെ കാണുന്നതെല്ലാം അനുഗ്രഹത്തിൻ്റെ ഭാഗങ്ങളാണ്. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും, കേട്ടില്ല, അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികൾക്കും ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എല്ലാവരും 16 കഴിഞ്ഞുള്ള വാക്യങ്ങളിലേക്കൊന്ന് വിരൽ വെച്ച് എല്ലാവരും ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്നൊരു നല്ലൊരു ആമേൻ പറഞ്ഞേ. ഇന്ന് വൈകുന്നേരത്ത് ആ അനുഗ്രഹം നിങ്ങളിലേക്ക് റിലീസാകണം. ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ആത്മനിയോഗം കിട്ടുന്ന നിമിഷം വരെ അതിൽ വിരൽ വെച്ചോളണം. ഹല്ലേലൂയ. വിരൽ മാറ്റില്ല ബ്രദറെ, വിരൽ വെച്ചോ. ആ വചനത്തിൽ വിരൽ വെച്ചോ. സ്തോത്രം. വിരൽ ചൂണ്ടിക്കോ, അതിൽ വിരൽ വെച്ച് ആമേൻ പറ. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങളിൽ അഭിഷേകം വ്യാപരിക്കും. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളിൽ അഭിഷേകം വ്യാപരിക്കും. നിങ്ങൾ അതിൽ വിരൽ വയ്ക്കുമ്പോൾ തന്നെ അഭിഷേകം വ്യാപരിക്കും. ആ അനുഗ്രഹം ഇപ്പോൾ തന്നെ റിലീസാകണം. നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറ മേലും. എന്നും പട്ടിണി കിടക്കാനല്ല, എന്നും പരിഭവം പറഞ്ഞുകൊണ്ട് നടക്കാനല്ല, എന്നും ഞെരുക്കം പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. ഈ 11-ാമത്തെ മാസം 10-ാം തീയതി നിനക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാക്കി ഉൽപ്പത്തി 22-ന്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഈ സമയം അതിനെ തന്നെ ജനത്തിന് മേൽ റിലീസ് ചെയ്യുന്നു. നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞത് ഈ സമയം പെട്ടെന്ന്, നിന്റെ നന്മയെ തടഞ്ഞത്, നിന്റെ തലമുറയുടെ അനുഗ്രഹത്തെ തടഞ്ഞത് അത് പെട്ടെന്ന്. മനുഷ്യനോ പിശാചോ വിചാരിച്ചാൽ നിന്റെ അനുഗ്രഹത്തെ തടയാൻ കഴിയില്ല. ഈ മെസ്സേജിന്റെ ആരംഭത്തിൽ തന്നെ വർഷങ്ങൾ കൊണ്ട് പിശാച് പൂട്ടി വെച്ചിരിക്കുന്നത്, ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്നത് നിന്റെ അനുഗ്രഹത്തെ, നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും ഞാനതിനെ റിലീസ് ചെയ്യുന്നു. നിന്റെ കൂടെ ഇറങ്ങിയവർ നിന്നോട് വാക്കുതർക്കമുണ്ടായി, നിന്നോട് പ്രതികൂലം ഉണ്ടായി, നിന്നോട് ഇടർച്ചയുണ്ടായി, നിന്നെ ഒറ്റയ്ക്കാക്കി മാറിപ്പോയാലും നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞവൻ അനുഗ്രഹിക്കും.
എല്ലാവരും ഏറ്റെടുത്തോ. എനിക്കറിയത്തില്ല, എന്തോ ഈ ശുശ്രൂഷ പരിശുദ്ധമ ഏറ്റെടുക്കുന്നു, എന്തോ ഈ ശുശ്രൂഷ പരിശുദ്ധമ ഏറ്റെടുക്കുന്നു. ഇന്ന് നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസമാ. പക്ഷെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ഇന്ന് നിന്നെ അനുഗ്രഹിക്കും, ഞാൻ ഇന്ന് നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ശപിക്കുമെന്നല്ല പറയുന്നേ. കേട്ടോണം, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഓ ദൈവപൈതലേ, നീ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നു, നീ കാരണം ചിലർ കൂടെ അനുഗ്രഹിക്കപ്പെടും. നീ കാരണം നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും. നീ കാരണം നിന്റെ അയലോക്കം അനുഗ്രഹിക്കപ്പെടും. നീ കാരണം നിന്റെ പട്ടണം അനുഗ്രഹിക്കപ്പെടും. നീ കാരണം നിന്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടും. ഏറ്റെടുത്തോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഗ്ലോറി, 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 ഗ്ലോറി. ഐശ്വര്യമായ അനുഗ്രഹം. അടുത്തിരിക്കുന്ന വ്യക്തിക്കൊന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, ഐശ്വര്യമായിട്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കാൻ പോവാന്ന്. ആ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ, ഐശ്വര്യമായിട്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കാൻ പോവാ. ബ്രദറെ, ഐശ്വര്യമായിട്ട് ദൈവം അനുഗ്രഹിക്കാൻ പോവാ. സിസ്റ്ററെ, ഐശ്വര്യമായി. മോളെ, ഐശ്വര്യമായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കാൻ പോവാ. ഐശ്വര്യമായി ദൈവം അനുഗ്രഹിക്കാൻ പോവാ. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ഐശ്വര്യമായ അനുഗ്രഹം ഇന്ന് ഇതിനകത്ത് റിലീസാകുന്നു. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ദൈവവചനത്തിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. ഈ അനുഗ്രഹമൊക്കെ നമ്മളിലേക്ക് വരും. നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ 16-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട്. എന്താണ് കാരണം? ഈ അനുഗ്രഹം വരാൻ കാരണം എന്താണ്? നിന്നോട് പറഞ്ഞ ഈ കാര്യം നീ ചെയ്തു, അല്ലേ? ചെയ്തോ? വാസ്തവത്തിൽ ദൈവരാത്രിയിൽ സംസാരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ മോറിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന മലയുടെ മുകളിൽ കൊണ്ടുവന്ന് എനിക്ക് ഹോമയാഗം കഴിക്കണം. ഭാര്യയോട് ചോദിച്ചില്ല, വേലക്കാരോട് ചോദിച്ചില്ല, സ്വന്തം മോനോട് പോലും അനുവാദം. അബ്രഹാം ആരോടും ചോദിച്ചില്ല. ഭാര്യയോട് ചോദിച്ചോ? നാളെ ഞാൻ ആരാധിക്കാൻ പോട്ടെന്ന് ചോദിച്ചോ? മോനോട് ചോദിച്ചോ? നിന്നെ ഞാൻ യാഗം കഴിക്കട്ടോ എന്ന് ചോദിച്ചില്ല. മോറിയ ദേശത്ത് എത്തി. ബാല്യക്കാരെയൊക്കെ താഴെയാക്കിയിട്ട് ദൈവം കാണിച്ച മലയുടെ മേളിലോട്ട് കയറുന്ന സമയത്ത് കൊച്ചിൻ്റെ കയ്യിലോട്ട് എന്തെടുത്തു കൊടുത്തു? വിറകെടുത്തു കൊടുത്തു. വിറക് കൊച്ചിൻ്റെ തോളി ഇരിക്കുന്നു, കത്തിയും തീയും അപ്പൻ്റെ കയ്യിലിരിക്കുന്നു. മേലിലോട്ട് കയറുമ്പോൾ മോനൊരു ചോദ്യം ചോദിച്ചു. അപ്പൻ്റെ ചങ്കിനെ തുളയ്ക്കുന്ന ചോദ്യമാണ്, അല്ലേ? തീയുണ്ട്, വിറകുണ്ട്. ആരാധന എന്താന്ന് അറിയാവുന്ന ഇസഹാക്കിനെ ചോദിക്കുന്ന ന്യായമായ ചോദ്യം, അല്ലേ? ആരാധന ഇസഹാക്കിന് അറിയാം, അപ്പൻ പഠിപ്പിച്ചിട്ടുണ്ട്. മേലിലോട്ട് കയറിയപ്പോൾ ചോദിച്ച ചോദ്യം കേട്ടിട്ട് അപ്പൻ്റെ ചങ്ക് തകർന്നു കാണും, അല്ലേ? ഒറ്റ മറുപടി: ദൈവം നോക്കിക്കൊള്ളും. ഇന്ന് വൈകിയ സമയത്ത് ചങ്ക് തകർന്നിരിക്കുമ്പോഴും ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറയാൻ പറ്റുമോ? സ്തോത്രം, സ്തോത്രം. നിന്റെ ഓരോ ചുവടുകളും
സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിൻ്റെ ചുവടുകളാണെന്ന് നിനക്കറിയാം. പക്ഷെ ആ വലിയ നഷ്ടത്തിലും വിളിച്ചു പറയാൻ പറ്റുമോ ദൈവം നോക്കിക്കോളൂന്ന്? ജീസസ് പറഞ്ഞു അബ്രഹാം, ദൈവം നോക്കിക്കോളും. മേളിലെത്തി, യാഗപീഠം പണിതു, വിറകടുക്കി, മോൻ്റെ കൈയും കാലും കെട്ടി പുറത്ത് കിടത്തുമ്പോൾ അപ്പോഴവന് മനസ്സിലായി, ഇവിടെ യാഗവസ്തു ആരാ? ഞാൻ തന്നെ. ഇവിടെ യാഗവസ്തു ആരാ? ഞാൻ തന്നെ. അവൻ മിണ്ടിയില്ല. പക്ഷെ ഈ മകൻ അപ്പൻ്റെ മുമ്പിൽ താൻ യാഗവസ്തുവാന്നറിഞ്ഞിട്ടും തൻ്റെ കഴുത്തറുക്കുവാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും വായി തുറന്നൊന്നും പറഞ്ഞില്ല. അർത്ഥം എന്താണെന്നറിയോ? സ്തോത്രം. അപ്പൻ അനുസരിക്കുന്നവനായതുകൊണ്ട് ആരെ? അപ്പൻ ദൈവത്തെ അനുസരിക്കുന്നവനാകൊണ്ട് മകൻ അപ്പനെ അനുസരിച്ചു. അമ്മേ, മനസ്സിലായോ? ദൈവത്തെ അബ്രഹാം അനുസരിച്ചാൽ നിന്നെ നിന്റെ മക്കൾ അനുസരിക്കും. അമ്മേ, അനുസരിച്ചു. അനുസരിക്കുന്ന ഈ മകൻ മൗനമായി ഒന്നും പറയാതെ സമർപ്പിക്കപ്പെട്ടവനായി കിടക്കുമ്പം അവൻ കത്തിയെടുത്തു. ആരാ? അപ്പൻ കത്തിയെടുത്തു. ഈ മകനെ അറുക്കുവാൻ വേണ്ടി കത്തി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, അബ്രഹാമേ, ബാലന്റെ മേൽ കൈ വയ്ക്കരുത്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നിനക്കെതിരെ ഏത് കരം ഉയർന്നാലും ഇന്ന് ദൈവം വാക്തത്വമുള്ള നിനക്കെതിരെ ഉയരുന്ന ഏതൊരു കരത്തെയും ദൈവം തടുക്കാൻ പോകുകയാണ്. നിനക്കെതിരെ വരുന്ന ഏത് വാളിനെയും ദൈവം ഇന്ന് തടുക്കാൻ പോകുകയാണ്. എനിക്കറിയില്ല ഈ ദൂത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നെങ്കിൽ എന്തോ ചില വാളുകളെ, എന്തോ ചില പ്രതികൂലങ്ങളെ, എന്തോ ചില പ്രതിസന്ധികളെ ഇന്ന് നിനക്കെതിരെ വരുന്ന, വാക്തത്വമുള്ള നിനക്കെതിരെ വരുന്ന എന്തിനെയോ ദൈവം ഈ സമയം അതിനെ തടുക്കുന്നു. സ്തോത്രം. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ദൂത അല്ലേ? ഞാൻ ഇന്നു വരെ പ്രസംഗിക്കാത്ത, ഒരു പക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വിഷയത്തിലേക്ക് ഞാൻ കയറുന്നേ. ദൈവം പറഞ്ഞു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ഈ വാക്ക് കേട്ട് അബ്രഹാം കൈവച്ചില്ല. അടുത്തു പറഞ്ഞ വാക്കാണ് അവിടെ വായിച്ചത്. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട്. സ്വതന്ത്രം പറഞ്ഞേ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. ദൈവം അബ്രഹാമിനോട് ഒരിക്കൽ പറഞ്ഞു, പണ്ടൊരിക്കൽ പറഞ്ഞു, നിന്റെ ദേശത്തെ, നിന്റെ പിതൃഭവനത്തെ, നിന്റെ ചാർച്ചക്കാരെ വിട്ട് പുറപ്പെടുക. എങ്ങോട്ടാ? കാണിപ്പാനിരിക്കുന്ന അങ്ങനെ ഒരു ദേശമുണ്ടോ? അറിയാം. പക്ഷെ കാണിപ്പാനിരിക്കുന്ന ദേശം നമുക്കറിയില്ല. അബ്രഹാമിനും അറിയില്ല. പക്ഷെ അനുസരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അനുസരിക്കുന്ന ഒരു അബ്രഹാമിനെ അല്ലെങ്കിൽ അബ്രാമിനെ ബൈബിളിൽ നമ്മൾ കാണുന്നു. പക്ഷെ 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അബ്രാം, ഇവിടെ നമ്മൾ കാണുന്ന അബ്രാം, ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? നിന്റെ ഏകജാതനായ മകനെ തരുവാൻ, അണ്ടർലൈൻ ചെയ്തോണം, മടിക്കായിക കൊണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? മടിയില്ലാത്ത അബ്രഹാം. മടിക്കായിക കൊണ്ട്. അബ്രഹാമേ, നീ എന്ത് ചെയ്തില്ല? മടിച്ചില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. മടിയില്ലാത്ത ആരെങ്കിലുണ്ടോ ഇതിനകത്ത്?
മടിയില്ലാത്ത ആരേലുണ്ടോ? അബ്രഹാമേ, നീ കാര്യം ചെയ്തു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട്. എന്ന് വെച്ചാൽ നീ മടി കാണിക്കാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ കൈ വെച്ചില്ലേ, ആ അനുഗ്രഹമൊക്കെ നിന്റെ മേൽ വന്നു വരുമെന്ന്. എന്ത് മനസ്സിലായി? നമ്മൾ ആദ്യം കണ്ട അബ്രഹാം അനുസരിക്കുന്ന അബ്രഹാമാണ്. പക്ഷെ ഇവിടെ കാണുന്ന അബ്രഹാം മടിയില്ലാത്ത അബ്രഹാമിനെയാണ്. ഇന്ന് പകൽ ദൈവം നിന്നോട് പറയുന്ന ഏതൊരു കാര്യവും മടി കൂടാതെ ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ, മനസ്സിലായോ? ദൂത് മനസ്സിലായോ? ദൈവം നിന്നോട് പറയുന്ന കാര്യങ്ങൾ, ദൈവം നിന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ മടി കൂടാതെ ചെയ്യാൻ നീ എന്ന് തുടങ്ങുവോ, അന്ന് വരും നിന്റെ മേൽ അനുഗ്രഹം. ഇന്ന് ഈ സമയത്ത് ആ മടിയുടെ ദുരാത്മാവിനെ ശാസിച്ചോളണം, ആ മടിയുടെ പിശാചിനെ ശാസിച്ചോളണം, ആ മടിയുടെ സാത്താനെ ശാസിച്ചോളണം. പ്രാർത്ഥിക്കാൻ മടി അല്ലേ? ആലയത്തിൽ പോവാൻ മടി, ബൈബിൾ വായിക്കാൻ മടി. സ്വതന്ത്രം. ആ പ്രാർത്ഥിക്കാനുള്ള മടിയെ ഇപ്പൊ ശാസിച്ചോളണം, ഇപ്പൊ ജയിച്ചോളണം. നമ്മെ ആരാധിക്കാനുള്ള മടിയെ ഇപ്പൊ ശാസിച്ചോളണം, ബൈബിൾ വായിക്കാനുള്ള മടിയെ ഇപ്പൊ ശാസിച്ചോളണം, ദൈവകാര്യങ്ങൾ ചെയ്യാനുള്ള മടിയെ ഇപ്പൊ ശാസിച്ചോളണം. ദൈവം നിന്നോട് പറയുന്ന ഏതു കാര്യവും ഈ മടി അറിഞ്ഞോ അറിയാതെയോ നിന്നെ ഭരിക്കുന്ന ഈ മടിയെ ഇന്ന് നീ ജയിക്കണം. ആമേൻ. ഈ മടിയാണ് നിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം. ആമേൻ. ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു, ഇതൊരു നുകമാണ്, മടിയൊരു നുകമാണ്. സ്തോത്രം. അപ്പോ നീ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1:38 അതിനു മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണേ, പുള്ളിക്കാരി ഒന്നിനും മുടക്കുന്നില്ല. മറിയ പറയാ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. 29 വാക്യത്തിലേക്ക് വരുമ്പം അവിടെ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെട്ടിട്ട് ആരോടാ? മറിയയോട് ഒരു വന്ദനം ചൊല്ലി. ഈ വന്ദനം കേട്ടിട്ട് ഇതെന്തൊരു വന്ദനം എന്ന് പറഞ്ഞ് അവൾ എന്ത് ചെയ്തു? ഭയന്നു. ദൂതൻ പറഞ്ഞു, നീ ഭയക്കണ്ട, നീ അധൈര്യപ്പെടണ്ട, പകരം കൃപ ലഭിച്ചവളേ. അല്ലേ? ഇതൊക്കെ പറഞ്ഞെല്ലാം താഴോട്ട് വരുമ്പം ഈ സഹോദരി തിരിച്ചു ദൂതനോട് പറയുക, ഞാൻ നിന്റെ ദാസിയാകുന്നു. അല്ലേ? ഞാൻ ദൈവത്തിൻ്റെ ദാസിയാകുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ പുള്ളിക്കാർ ദൂതനോട് ചോദിച്ചതും ചോദിക്കാത്തതുമായ ന്യായമായ 2 ചോദ്യം പറയാം. ബൈബിളിൽ കാണുന്ന ചോദ്യം പറയാം. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഞാനൊരു കന്യകയാണ്, ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? ന്യായമായ ഒരു കന്യകയായ ഒരു സ്ത്രീ ചോദിക്കാവുന്നുള്ള ന്യായമായ ഒരു ചോദ്യം. ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? ഇതെങ്ങനെ സാധ്യമാകും? ദൂതൻ കൊടുത്ത മറുപടി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, ജനിക്കുന്ന ആ പൈതൽ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ യേശു എന്ന് പേരിടണം. അടുത്ത് പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമോ അല്ലല്ലോ. അല്ലേ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചോദിച്ചതിനുള്ള മറുപടി കിട്ടി. ഇനി സൈലൻ്റായ ഒരു ചോദ്യം അതിനകത്ത് കിടപ്പുണ്ട്. അതെന്താണെന്നറിയോ? ഈ കുഞ്ഞ് ഉദരത്തിൽ ഗർഭം ധരിച്ചു.
എന്ന് വയ്ക്കുക. എത്ര മാസം ഇതിനെ ഒളിപ്പിക്കാൻ പറ്റും? 3 മാസം അല്ലേ? അങ്ങനെ ബ്രദർ പറയുന്നത്. സ്തോത്രം. ആമേൻ. ഒരു പരിധി കഴിയുമ്പം ആദ്യം വീട്ടുകാരറിയും, അടുത്ത നാട്ടുകാരറിയും, മൊത്തം പാട്ടാകും. ഇവൾ ഗർഭം ധരിച്ചിരിക്കുന്നു. വിവാഹം കഴിയാത്ത ഇവൾക്കിതൊരു നാണക്കേടല്ലേ? ഇവൾക്കിതൊരു നിന്ദയല്ലേ? ഇത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഈ സ്ത്രീക്ക് അറിയില്ലേ? അറിയാമായിരുന്നിട്ടും ഇവൾ ഒരു മടിയും കാണിച്ചില്ല. ഇവൾ ദൂതനോടൊറ്റ മറുപടി, നീ പറഞ്ഞ വാക്ക് എൻ്റെ മേൽ ഭവിക്കട്ടെ. ഈ മടിയുടെ അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരിക. നീ കേട്ട ദൈവശബ്ദം, നീ കേട്ട ദൈവാലോചന, നീ കേട്ട വാഗ്ദത്തം നിമിത്തം സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമാകും. അല്ലേ? സാഹചര്യങ്ങൾ പ്രതികൂലമാകും. ഇത് സംഭവിച്ചാൽ പലരും എനിക്കെതിരാകും. പലരുടെയും കുത്തുവാക്ക് ഞാൻ കേൾക്കേണ്ടി വരും. ഞാൻ നിന്ദിക്കപ്പെടും. ഇതറിഞ്ഞുകൊണ്ട് ഇവൾ മടി കാണിക്കാതെ ഇവൾ പറഞ്ഞു, അത് എൻ്റെ മേൽ ഭവിക്കട്ടെ. നീ മടി കാണിച്ചില്ലെങ്കിൽ ഈ ദൂത് നിമിത്തം, ഈ ദൈവവാഗ്ദത്ത നിമിത്തം നീ നിന്ന സഹിക്കേണ്ടി വരും. പക്ഷെ നീ ഭാരപ്പെടണ്ട. ഈ നിന്നയെ എൻ്റെ ദൈവം മാനത്തിന് കാരണമാക്കാൻ പോകുകയാണ്. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. ദൈവം പറയുന്ന ചില കാര്യങ്ങൾ നീ മടി കൂടാതെ ചെയ്താൽ ചിലപ്പോൾ ചിലരൊക്കെ പ്രതികൂലമായേക്കാം. മനസ്സിലായോ? ദൈവം പറയുന്ന ചില കാര്യങ്ങൾ അത് മടി കൂടാതെ നീ അതനുസരിച്ചാൽ ചില സാഹചര്യങ്ങളൊക്കെ നിനക്ക് എതിരായേക്കാം. അതാകുമെന്ന് അറിഞ്ഞും കൊണ്ട് നീ മടി കാണിക്കാതെ അത് ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, നീ വില കൊടുത്തെങ്കിൽ അതിനുള്ള പ്രതിഫലം ദൈവം നിനക്ക് തന്നിരിക്കും. ദൈവമക്കളെ, നിങ്ങൾ വില കൊടുത്തില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വില കൊടുത്തില്ലേ? ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങുമ്പോൾ പലരും പ്രതികൂലമാകുമെന്ന് അറിഞ്ഞില്ലേ? ദൈവത്തെ സ്തുതിക്കാൻ ഇറങ്ങുമ്പോൾ, ദൈവത്തെ പ്രാർത്ഥിക്കാൻ ഇറങ്ങുമ്പോൾ പലരും പ്രതികൂലമാകുന്നു നീ അറിഞ്ഞില്ലേ? അതറിഞ്ഞിട്ടും നീ ഇറങ്ങിയില്ലേ? നീ ദൈവശബ്ദം കേട്ടിട്ട് പല കാര്യങ്ങളും നീ കേട്ടിട്ട് നീ ചെയ്തില്ലേ? അതിൽ പലരും നിനക്ക് പ്രതികൂലമാകുമെന്ന് നീ അറിഞ്ഞിട്ടും നീ അത് ചെയ്തില്ലേ? നീ മടി കാണിച്ചില്ലല്ലോ, നീ വില കൊടുത്തില്ലേ? അതിനുള്ള പ്രതിഫലം എൻ്റെ ദൈവം നിനക്ക് തരാൻ പോയാ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് വാഗ്ദത്തം കേട്ട് പുറപ്പെടുന്ന ഇസ്രായേൽ മക്കൾ ഈ വാഗ്ദത്തം പ്രാപിക്കാൻ ഇവരുടെ വഴിയിൽ, ഇവരുടെ യാത്രയിലായിരിക്കുമ്പോൾ ഇവർ നിമിത്തം ഒരു വൻമതിൽ പണിതു. ആ മതിലിന് ബൈബിൾ പറയുന്ന പേര് യെരിഹോവിൻ്റെ മതിലെന്ന. മതിൽ പണിതു, കെട്ടി ഉയർത്തി. ഈ വൻമതിലിൻ്റെ മുമ്പിൽ യോശുവയോട് ദൈവം പറഞ്ഞു, 6 ദിവസം നിങ്ങൾ സൈലൻ്റായിട്ട് എന്ത് ചെയ്യണം? 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ എന്ത് ചെയ്യണം? 6 ദിവസം എന്ത് ചെയ്യണം? യോദ്ധാക്കൾ ചുറ്റി നടക്കണം. നടന്നാൽ മതി. പക്ഷെ ആരായിരിക്കണം നടക്കേണ്ടേ? യോദ്ധാക്കൾ. ആരാ നടക്കേണ്ടേ? സാധാരണക്കാരല്ല, യോദ്ധാക്കൾ. ഞാനിന്ന് നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ യോദ്ധാവാണോ? നീ കർത്താവിൻ്റെ യോദ്ധാവാണോ? ഹലോ,
നീ ദൈവസഭയ്ക്കകത്ത് കർത്താവിൻ്റെ യോദ്ധാവാണോ? നീ യോദ്ധാവാണെങ്കിൽ നീ സൈലൻ്റായി നടക്കുമ്പം വയലൻ്റായി ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ നീ സൈലൻ്റായി പറയുന്ന ചില സ്തോത്രങ്ങൾക്ക് വലിയ വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. നീ സൈലൻ്റായി ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക്, ഞാനിങ്ങനെ പറയട്ടെ, ദേശത്ത് വൈറൽ, ഇന്നത്തെ ട്രെൻഡിൽ പറയാം അല്ലേ, സൈലൻ്റായിട്ടുള്ള നിൻ്റെ പ്രവൃത്തികൾ, സൈലൻ്റായിട്ടുള്ള നിൻ്റെ പ്രാർത്ഥന, സൈലൻ്റായിട്ടുള്ള നിൻ്റെ ആരാധനയ്ക്ക് ഇതാ ദേശത്ത് വൈറലാകുന്നൊരു വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. വൈറലാകും, നിൻ്റെ വിടുതൽ വൈറലാകും. നിന്റെ മേൽ വെളിപ്പെടുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ നടത്തയ്ക്ക്, ശബനഹത്തുര ഘടകം വൈഡമാ, നിന്റെ യോദ്ധാവായ നിന്റെ നടത്തയ്ക്ക് എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ പ്രതിഫലം തരാൻ പോവുക. യോദ്ധാവായ നീ ആത്മനിറവോട് നടക്കുന്നത്, നീ മൗനമായി പ്രാർത്ഥിച്ച് നടക്കുന്നത്, മൗനമായി നീ പറയുന്ന സ്തോത്രത്തിന്, നിന്റെ അന്തരംഗങ്ങളിൽ നിന്ന് നീ ദൈവസന്നിധിയിൽ ഈ എരിഹോവിന് ചുറ്റും നീ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക്, നീ കഴിക്കുന്ന സ്തോത്രത്തിന്, നീ കഴിക്കുന്ന ആരാധനയ്ക്ക് ഇതാ എൻ്റെ ദൈവം നിന്റെ മുൻപിൽ നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണത്തക്ക വണ്ണം ആ വൻമതിലില് നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് ചില യോദ്ധാക്കന്മാരെ കർത്താവ് തരികയാണ്. ചില യോദ്ധാക്കന്മാരെ കർത്താവ് തരികയാണ്. ഈ നാളുകളിൽ നീ നടക്കുന്നത്, നീ മൗനമായി പ്രാർത്ഥിക്കുന്നത്, നീ മൗനമായി സ്തോത്രം പറയുന്നത്, അതിന്റെ ഫലം ഇതാ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ കൺമുമ്പിൽ തന്നെ വെളിപ്പെടാൻ പോകുന്നു. നിനക്ക് വിരോധമായി, നിന്റെ വാഗ്ദത്തത്തിന് വിരോധമായി, നിന്റെ പുറപ്പാടിന് വിരോധമായി, നിന്റെ യാത്രക്കെതിരെ ശത്രു പണിതു വെച്ച ചില വൻമതിലുകൾ ഇതാ നിന്റെ മുമ്പിൽ നിലം പരിചാകുന്നത് നിന്റെ സ്വന്തം എന്നാൽ നീ കാണാൻ പോകുകയാണെന്ന്. ഇന്ന് രാത്രി ഏറ്റെടുത്ത് നിനക്കെതിരെ പണിത യെരിഹോവ് അതിന്റെ വൻമതിലുകൾ നിന്റെ മുമ്പിൽ വീഴുവാൻ പോകുന്നു. നിന്റെ വാഗ്ദത്തത്തിനെതിരെ കെട്ടി ഉയർത്തിയ ചില യെരിഹോ കോട്ടകൾ നിന്റെ മുമ്പിൽ വീഴുന്നത്. 12 വാക്യം വായിച്ചോ. കാകള ഊതിക്കൊണ്ട് നടന്നു. ഇന്ന് ദൈവാത്മാവ് ശക്തമായ നിയോഗം തരുന്നു. വളരെ സൈലൻ്റായി പ്രാർത്ഥിച്ചോ, വളരെ സൈലൻ്റായി പ്രാർത്ഥിച്ചോ. കാഹളം ഊതേണ്ട നേരം വരാൻ പോവാ. 6 ദിവസത്തെ നിന്റെ സൈലന്റ് പ്രയറിൽ എനിക്കറിയത്തില്ല, ഹല്ലേലൂയ, 6 ദിവസത്തെ നിന്റെ സൈലന്റ് പ്രയറിൽ 7-ാം ദിവസം നീ ഉയർത്തുന്ന ആർപ്പ്, നീ ആർപ്പിടുമ്പോ, നീ ഉച്ചത്തിൽ കാഹളമിടുമ്പോ ദേശത്തിലെ ചില മതിലുകൾ ഇതാ നിന്റെ മുമ്പിൽ വീഴുന്നത് നീ കാണുന്ന ദിവസങ്ങളിൽ വരുന്നു. ചില കോട്ടകൾ നിന്റെ മുമ്പിൽ വീഴുന്നത്, ശത്രു കെട്ടി ഉയർത്തി ചില കോട്ടകൾ നിന്റെ മുമ്പിൽ വീഴുന്നത് നീ കാണാൻ പോകുന്നു. കാഹള ഊതിക്കൊണ്ട് നടന്നു. ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിന്റെ പിന്നാലെ നടന്നു. ഇങ്ങനെ അവർ കാഹള ഊതിക്കൊണ്ട് നടന്നു. 2-ാം ദിവസവും അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പട്ടണത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇങ്ങനെ അവർ 6 ദിവസം ചെയ്തു. 15-ാം വാക്യം. 7-ാം ദിവസമോ അവർ ആദികാലത്ത് അരുണോദയത്തിങ്കൽ, അരുണോദയത്തിലെ ചില പ്രാർത്ഥനകൾ വെളിപ്പെട്ടു വരട്ടെ. അതിനെ തടയുന്ന മണ്ഡലം ഇന്ന് പൊട്ടണം. ആമേൻ. അതിരാവിലെയുള്ള നിന്റെ പ്രാർത്ഥനയെ കെട്ടുന്ന, പ്രഭാതത്തിലുള്ള നിന്റെ പ്രാർത്ഥനയെ കെട്ടുന്ന പിശാചിനറിയാം. ആ പ്രാർത്ഥന നിന്നിൽ നിന്ന് പുറത്തു വന്നാൽ നീ പട്ടണങ്ങളെ പിടിച്ചടക്കും. നീ പട്ടണങ്ങളെ പിടിച്ചടക്കും. ദേശത്തെ ശത്രു കെട്ടി ഉയർത്തിയിരിക്കുന്ന കോട്ടകളെ നീ ഉടയ്ക്കും, നീ അതിനെ പൊളിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് അരുണോദയത്തിങ്കലിಗೆ ആ പ്രാർത്ഥനയെ ബന്ധിക്കാൻ നോക്കുന്ന, പ്രഭാത പ്രാർത്ഥനകളെ മുടക്കുന്ന പിശാചിന്റെ തന്ത്രത്തെ ഇന്ന് നീ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ അതിനെ ജയിക്ക്. 7-ാം ദിവസം അവർ അതികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റു പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്നു മാത്രം
അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോ യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. യെസ്, യെസ്, യെസ്. വിശ്വസിക്കാമോ? 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനന്തരം ജനം ആർപ്പെടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ എന്ത് ചെയ്തു ബ്രദറെ? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറ, ഉറക്കെ പറ, എല്ലാവരും ചേർന്ന് പറ. ഏത് മതില് നീ ആർപ്പിട്ടപ്പോ, നീ അത്യുച്ചത്തിൽ സ്തുതിച്ചപ്പോ, നിനക്കെതിരെ, നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ, നിന്റെ അനുഗ്രഹത്തിനെതിരെ, നിന്റെ യാത്രക്കെതിരെ ശത്രു കെട്ടി ഉയർത്തിയ മതിൽ അത് വീണ് ഏറ്റെടുത്ത നിനക്കെതിരെ പണിത മതിൽ വീഴുന്നു. ഇനി ഇന്നത്തെ പ്രസംഗ വിഷയത്തിലേക്ക് വരാം. എൻ്റെ ചോദ്യം, കാഹളം ഊതിയ 6 ദിവസം സൈലൻ്റായിട്ട് 7 പ്രാവശ്യം വീതം നടന്ന് 7ാമത്തെ ദിവസം കാഹളം ഊതിയ മതിൽ വീഴുവോ? വീഴുവോ? പറഞ്ഞേ, വീഴുവോ? ഒരിക്കലും വീഴത്തില്ല. ഒരിക്കലും നടക്കില്ലെന്ന് തോന്നുന്ന കാര്യം ദൈവം നിന്നോട് പറയുമ്പം ഒരു തരി പോലും മടിച്ചിരിക്കാതെ ആ വാക്കിനെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റുമോ? ഈ ചോദ്യം ചോദിക്കാനാണ് ഞാൻ ഇത്രയും വായിച്ചേ. നമ്മൾ നേരത്തെ പറഞ്ഞെന്താ? നീ നിന്ദിക്കപ്പെടുമെന്ന് നിനക്കറിയാം, പക്ഷെ മടി കൂടാതെ അത് അംഗീകരിക്കാൻ നീ തയ്യാറാകണം. അതാ മറിയ ചെയ്തേ. അടുത്ത വാക്ക് പറയുന്ന കാര്യം നിനക്ക് അംഗീകരിക്കാൻ പറ്റില്ല, നിന്റെ ബുദ്ധിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മടി കാണിക്കാതെ അതിനെ അതുപോലെ വിശ്വസിക്കാൻ നീ പറ്റുമെങ്കിൽ, അത് ദൈവമാണ് പറഞ്ഞെന്ന ബോധമുണ്ടെങ്കിൽ, ദൈവാത്മ പറയുന്ന മതില് വീഴും. മാനുഷിക ബുദ്ധിക്ക് ഇത് നടക്കില്ല. പക്ഷെ ദൈവം പറഞ്ഞ, ഇത് ദൈവമാണ് പറഞ്ഞതുകൊണ്ട്, ഇത് ദൈവം പറഞ്ഞതാകൊണ്ട് ഞാൻ അത് തന്നെ ആവർത്തിച്ച് പറയുന്നു. നിന്നോട് പറഞ്ഞ കാര്യം ദൈവം പറഞ്ഞതുകൊണ്ട് നിന്റെ ബുദ്ധി കൊണ്ട് അതിനെ ചിന്തിക്കാതെ, നിന്റെ ബുദ്ധി കൊണ്ട് അത് കേൾക്കാതെ, നിന്റെ വിശ്വാസം കൊണ്ട് നീ അത് കേട്ടാൽ നിനക്കെതിരെ പണിത മതിൽ നീ നടക്കുമ്പോൾ വീഴും, നീ ആർപ്പിടുമ്പോൾ വീഴും, നീ സ്തുതിക്കുമ്പോൾ വീഴും. ഇന്ന് ചില മതിൽ വീഴാൻ പോവുക. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം മുതൽ പെട്ടെന്ന് വായിച്ച്. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എല്ലാവരും പറഞ്ഞേ, എങ്കിലും നിന്റെ വാക്കിന്. മടി പുറത്തോട്ടെ, മടി പുറത്തോട്ടെ, അല്ലേ? പുള്ളിക്കാരന് വേണേ പറഞ്ഞൂടായിരുന്നോ, ഇന്നലെ രാത്രി അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, ഇന്നൊന്നും. ഞാൻ ഇന്നൊരു ദൂത് പറയാം, എൻ്റെ നാവിൽ പരിശുദ്ധാത്മ തരുന്നൊരു ദൂത് പറയാം. നിന്റെ സീസൺ കഴിഞ്ഞെന്ന് ചിന്തിച്ചിരിക്കുന്നിടത്ത് കർത്താവ് പറയുന്നു, നിന്റെ മടിയെ മാറ്റി നീ പുറത്തു വരുമെങ്കിൽ കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി ഞാനൊരു പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ.
കഴിഞ്ഞ രാത്രി അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ. കിട്ടിയോ? എല്ലാം കിട്ടിയോ? പക്ഷെ എനിക്ക് മടിയില്ല, ഞാൻ മടിക്കുന്നില്ല. സാഹചര്യം എന്നോട് പറയുന്നത് കിട്ടില്ലെന്നാ. ഇന്നലത്തെ രാത്രിയത്തെ എക്സ്പീരിയൻസ് എന്നോട് പറയുന്നത്, ഇന്നലത്തെ അനുഭവമില്ലേ, കുറേ നാളത്തെ അനുഭവമില്ലേ, അനുഭവം എന്നോട് പറയുന്നത് കിട്ടില്ലെന്നാ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സാഹചര്യം നോക്കി, കഴിഞ്ഞ രാത്രിയിലെ എക്സ്പീരിയൻസ് നോക്കി, അതിനെ ബേസ് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ മടിക്കാം. മടിച്ചൂടെ പത്രോസിനെ? മടിക്കൂടെ ബ്രദറെ? മടിക്കാം. പക്ഷെ ഞാൻ തയ്യാറല്ല. പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കിന്. ഏറ്റവും വലിയ മടിയനാ, പക്ഷെ നിന്റെ വാക്കിന്. എനിക്കറിയാമൊന്നും കിട്ടില്ലെന്ന്, പക്ഷെ നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. എന്ത് ചെയ്തു? ഇറക്കി. എന്താ എഴുതിയിരിക്കുന്നേ? അവർ അങ്ങനെ ചെയ്തപ്പോ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. അതങ്ങനെയാണല്ലോ. പെരുത്ത മീൻകൂട്ടം പെരുത്ത മീൻകൂട്ടം പെരുത്ത മീൻകൂട്ടം. ബ്രദറെ, നിങ്ങൾക്ക് വേണ്ടി ചില നന്മകളെ ദൈവം അകപ്പെടുത്തി തരാൻ പോവുക. അത് സ്വാഭാവികമായിട്ടുള്ളതല്ല. വിശ്വസിക്കാവോ? സ്വാഭാവികമായ വരവല്ല. ചിലതിനെ ദൈവം നിനക്ക് വേണ്ടി അകപ്പെടുത്തി തരാൻ പോവാ. കിട്ടിയോ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതാണ് പത്രോസിന്റെ വല. പത്രോസിന്റെ വല ഇവിടെ ഇട്ടു അല്ലേ? ഇതാണ് പത്രോസിന്റെ വലയുടെ വലിപ്പം. ശരിയല്ലേ? മീന് പോകുന്ന ഏത് വഴിക്കാ? ഇതാണ് മീനിന്റെ റൂട്ട്. മീനിന്റെ റൂട്ട് ഇതാ. തമ്പുരാൻ പറയുക, അതുവഴി പോകുന്ന മീനിന്റെ റൂട്ടിനെ ഞാൻ നിന്റെ വലയിലോട്ട് തിരിക്കും. വല്ലതും പിടികിട്ടിയോ? ബ്രദർ നിൽക്കുന്ന എവിടാ? ചൂഴാറ്റോട്ടയില്ല, അല്ലെങ്കിൽ മലയൻ ജംഗ്ഷനില്ല അല്ലേ? നന്മ പോകുന്ന ഏത് വഴിയാ? മലയൻകീഴ് വഴി, തിരുമല വഴി, പൂജപ്പുര വഴി, പാപ്പനംകുട. മലയം പാപ്പനംകുടല്ല, പൂജപ്പുര പാപ്പനംകുട. പിടികിട്ടിയോ? സ്തോത്രം അല്ലേ? അല്ലെങ്കിൽ കരമന, അങ്ങനെ ഇരിക്കട്ടെ. സ്തോത്രം. പക്ഷെ ദൈവം എന്ത് ചെയ്യും? മലയൻകീഴ് വഴി പോകുന്ന നന്മയെ നിന്റെ വല എവിടാണോ കിടക്കുന്നേ അവിടോട്ട് കൊണ്ടുവരും. നിന്റെ വലയിൽ ദൈവം അകപ്പെടുത്തി ഞാൻ നിനക്ക് തരും. ഇത് ഒന്നോ രണ്ടോ മത്സ്യമല്ല, പെരുത്ത മീൻകൂട്ടം. പെരുത്ത മീൻകൂട്ടം. ഈ പകൽ നിനക്ക് വരാൻ സാധ്യതയില്ല, പക്ഷെ ഞാൻ അകപ്പെടുത്തി തരും അതിനെ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. വല അവർ മറ്റേ പടകിലുള്ള കൂട്ടുകാളികൾ വന്നു സഹായിപ്പാൻ അവരെ മാടി. എന്താ സംഭവിച്ചേ? നിന്നെ കൊണ്ട് മാത്രം അത് വഹിക്കാൻ കഴിയുന്നതിലും വിശ്വസിക്കാമോ? വിശ്വസിച്ചോ? അതുപോലെ വിശ്വസിച്ചോ? മകൻ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കേൾക്കുന്നതെല്ലാം അതുപോലെ അങ്ങേറ്റെടുത്തോളണം. കേൾക്കുന്നതെല്ലാം അതുപോലെ വിശ്വസിച്ചോളണം.
കർത്താവ് എന്തെങ്കിലും നിന്നോട് പറയുന്നെങ്കിൽ അത് നിനക്ക് വേണ്ടി ചെയ്യും. കർത്താവ് എന്തെങ്കിലും നിനക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സംഭവിക്കും. ഇന്ന് രാത്രി മടിക്കരുത്, മടിക്കരുത്, മടി കാണിക്കരുത്. മടിയെ പുറത്താക്ക്, പ്രാർത്ഥിക്ക്, അനുസരിക്ക്, ചെയ്യ്. ദൈവം മാനിക്കും. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് ഒരുമിച്ച് ദൈവം